കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇബ്രാഹിം ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം ലേഖനത്തിലെ പഠനങ്ങൾ വളരെ ശ്രേഷ്ഠമായ പഠനങ്ങളാണ്. കാരണം യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് വരാൻ ആഗ്രഹിച്ചവരെ, അങ്ങനെ ആയിരിക്കുന്നവരെ ശക്തമായി പ്രബോധിപ്പിക്കുന്ന കട്ടിയായ പദപ്രയോഗങ്ങളാണ് ഇബ്രാഹിം ലേഖനത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വാക്യങ്ങൾ മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ടെന്നും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചവിട്ടികളെയും വിശുദ്ധീകരിച്ച ദൈവരക്തം മല്യമെന്നുള്ളുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന പുതിയ നിയമവ്യവസ്ഥ അനുസരിക്കാത്തവന് ശിക്ഷയുണ്ടെന്നും ഈ ഇബ്രാഹിം ലേഖനം ശക്തമായി പഠിപ്പിക്കുന്നു. ഇതൊന്നും ഇന്ന് ആരും അധികം ഒന്നും പ്രതിപാദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ സങ്കീർത്തന വായനയും പാട്ടും കൂത്തുമായിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ പരുക്കുകളില്ലാതെ പോകാമെന്ന്. പക്ഷേ ലക്ഷ്യത്തിൽ ചെന്നെത്തത്തില്ല എന്നുള്ളത് 100% ഉറപ്പ്. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം വിട്ടൊരു പുതിയ പ്രമാണം നമുക്ക് തരേണ്ട ആവശ്യമില്ല. ഒന്നാമത് അങ്ങനെ അങ്ങ് പഠിക്കാം. മത്തായി 28:20 എന്താണെന്ന് ഞാൻ പാസ്റ്റർമാരോടും ആത്മീയ കോളത്തോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കിയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, മോശ കൽപ്പിച്ചതുകൊണ്ട്, പിശാച് പറഞ്ഞതുകൊണ്ട്, മനുഷ്യൻ പറഞ്ഞതുകൊണ്ട്, പ്രവാചകന്മാർ പറഞ്ഞതുകൊണ്ട്, പുരോഹിതന്മാർ പറഞ്ഞതുകൊണ്ട്, ഒത്തിരി 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 ഉപദേശങ്ങൾ കിടപ്പുണ്ട് പുസ്തകത്തിൽ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി. പഴയ നിയമമാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ പുതിയ നിയമമാകുന്ന ഒരു ചെറിയ കുളത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അത് തേടി പിടിച്ചെടുക്കുക, അത് അന്വേഷിച്ച് കണ്ടെത്തുക. സ്വർഗരാജ്യം അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. സ്വർഗരാജ്യത്തെ ബലാത്കാരികളെ പിടിച്ചെടുക്കുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എങ്ങനെയൊക്കെ പോയാൽ മതി. അവർക്ക് കൊടുത്തൊരു ലോക്കൽ നിയമം, യാഗം കഴിച്ച് നിയമം ചെയ്തുക, രക്ഷപ്പെടുക. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കണം. അവിടുത്തെ മൃഗത്തെയും പ്രാവിനെയും കാളയും കിടാവിനെയൊക്കെ അർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് മെരുക്കിയെടുക്കണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കല്യാണത്തിന് വന്ന ഒരു സീനിയർ പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, സങ്കീർത്തനവും പാട്ടും കൂത്തുമായിട്ട് സഭ മുമ്പോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്ത് പാസ്റ്ററെ? അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശുദ്ധമായിരുന്നു. പുതിയ നിയമം പ്രസംഗിക്കണമെങ്കിൽ ആദ്യം അതനുസരിച്ച് ജീവിക്കണം, അത് പഠിക്കണം, അതിലുപരി ദൈവം ആക്കി വെക്കണം. നല്ലൊരു മറുപടിയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചു. ദൈവം നിയമിക്കണം. ദൈവിക നിയമനം, സംഘടന നിയമനം, സ്വയം കയറിയാകുക, ഇതൊക്കെയാണ് ഇന്ന് കാണുന്നത്. ദൈവം നിയമിച്ചവർ കുറവാ. ഇന്ന് രാവിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇബ്രാഹിം ലേഖന പഠനത്തിലേക്ക് വരുന്നുണ്ട്. ആ വാക്യം 1 തെസ്സലോനി 5-ാം അധ്യായത്തിലെ വാക്യമാണ്. ഞാനത് വായിച്ച് ഞെട്ടിപ്പോയി. 1 തെസ്സലോനി 5-ന്റെ 21 22 സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. അത് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. പക്ഷെങ്കിലും ഇന്ന് രാവിലെ കർത്താവ് തന്നുകൊണ്ട് ഈ മെസ്സേജിൻ്റെ മുഖവുരമായിട്ട് ആദ്യ പ്രാരംഭ സമയങ്ങളിൽ ഇത് പറഞ്ഞിട്ട് ലേഖനത്തിലേക്ക് കടക്കാം, ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരാമെന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരും വിശ്വാസികളും എല്ലാവർക്കും പറ്റിയ പ്രയോജനപ്രദമായൊരു ഉപദേശം തന്നെയാണ് അത്. സായിപ്പ് പറഞ്ഞാലും പിന്നെ
കറുത്തവൻ പറഞ്ഞാലും വെളുത്തവൻ പറഞ്ഞാലും, എൻ്റെ ഭാഷ പറഞ്ഞാൽ കള്ള സഹോദരന്മാരും വെള്ള സഹോദരന്മാരും, ഈ വെളുത്ത സഹോദരന്മാരെന്ന് പറയുന്നത് സായിപ്പിനെയാണ്. അവർ പറഞ്ഞാലും കറുത്ത നീഗ്രോകൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ ശോധന ചെയ്യുക, ദൈവവചനവുമായിട്ട് അത് ഉറച്ചു നോക്കുക, ദൈവവചനത്തോട് ചേർത്ത് വെച്ചത് പഠിക്കുക. ഈ പറയുന്ന പുള്ളികൾ ഈ വചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണോ പറയുന്നതെന്ന് എൻ്റെ ശ്രോതാക്കൾ, കേൾവിക്കാര് അത് സൂക്ഷ്മമായി പഠിച്ച് ദൈവവചനവുമായിട്ട് ഉറച്ചു നോക്കി വലിയ വിശ്വാസികളെപ്പോലെ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് അത് ദൈവസഭയുടെ ഉപദേശമാണെങ്കിൽ, അത് പഥ്യവചനമാണെങ്കിൽ, അത് പഥ്യോപദേശമാണെങ്കിൽ, അത് ആത്മീയ വർധനവ് തരുന്നെങ്കിൽ, അത് ആത്മീയ വളർച്ച തരുന്നെങ്കിൽ, അത് ആത്മീയ നിറവിലേക്ക് നടത്തപ്പെടുന്നെങ്കിൽ അത് പ്രസ്താവിക്കണം, ഇല്ലെങ്കിൽ അത് വിട്ടുകളയണം. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. അത് ദോഷമായിട്ടുള്ളതാണെങ്കിൽ വിട്ടുകളയണം. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒരു പാസ്റ്ററുടെ, ഒരു മെഗാ ചർച്ചിന്റെ പാസ്റ്ററുടെ മകൻ പറഞ്ഞ പ്രസ്താവന വളരെ ഖേദകരമായിപ്പോയി, ദുഃഖകരമായിപ്പോയി, അവിവേകം നിറഞ്ഞതായിപ്പോയി, അശുദ്ധി നിറഞ്ഞതായിപ്പോയി, വിവരമില്ലായ്മയായിപ്പോയി, പോഷത്വം നിറഞ്ഞതായിപ്പോയി. മഹാ അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അവരൊന്നും ദൈവമാക്കിയിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനകൾക്ക് നിങ്ങൾ കേട്ട് കാണും. അപ്പം ദൈവസഭയല്ല, ദൈവസഭ ക്രിസ്തുവിൻ്റെ ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ തലയായ ക്രിസ്തുവിൽ നിന്നാണ് ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശം ഈ പറഞ്ഞതല്ല, ഇത് പിശാചിൻ്റെ ഉപദേശമാണ്. ഒറിജിനൽ സാത്താൻ്റെ ഉപദേശമാണ് പുള്ളി പറഞ്ഞത്. അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതിൻ്റെ പിറകെ നമ്മൾ കിടന്ന് കടിപിടി കൂടണ്ടെന്നാണ് എൻ്റെ ഭാഷ്യം. കാരണം അവർ ദൈവസഭയായിട്ട് ഒരു ബന്ധവുമില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. സഭ കന്യക അല്ലെങ്കിൽ മണവാട്ടി, കന്യകയായി ജീവിച്ച് മണവാട്ടി പദത്തിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കന്യക. മറ്റത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലോ, ദൈവത്തിൻ്റെ മന്ദിരം. ഈ 3 നിലയിലുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകൾക്കും ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് അറിയത്തില്ല. അവർക്കറിയാവുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ ശുശ്രൂഷാവൃന്ദങ്ങൾ. അവരെ ഓർത്ത് പരിതപിക്കുന്നു, അനുതപിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, ലജ്ജിക്കുന്നു. ഇവറ്റകളെ, പാസ്റ്റർമാരെന്ന് പറയുന്നതിനേക്കാൾ ആ പദമായിരിക്കും നല്ലത്. ഇവറ്റകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഇവരുടെ ഉപദേശം എടുത്ത് ദൂരെ കളയുക. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് നമ്മളെ പഠിപ്പിച്ച ആ വാക്യം, സകലതും ശോധന ചെയ്യുക. ഞാൻ ഏത് പാസ്റ്റർ, ഏത് ഉപദേശം പ്രസംഗിച്ചാലും ഈ വചനവുമായിട്ട് നിരക്കുന്നതല്ലെങ്കിൽ എൻ്റെ സമയം അതിനുവേണ്ടി കളയാനില്ല എനിക്ക്. ആ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യും. പുതിയ നിയമം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയുടെ ഉപദേശം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ കുറച്ച് പേരുണ്ട്. ശേഷിപ്പ് കുറവാ. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ വാട്സപ്പ്, യൂട്യൂബിലൂടെ കേൾക്ക്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കൊള്ളരുതാത്തവന്മാരുടെ, ഈ ബുദ്ധിശൂന്യന്മാരുടെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മെസ്സേജ് കേൾക്കാതെ, ഇവരുടെ പിറകെ പോകാതെ, ദൈവാലോചന ഞാൻ ശക്തമായിട്ട് പറയുന്നു, കോരഹ് എന്ന പിതാക്കന്മാരുടെ അടുക്കൽ നിന്ന് മാറിപ്പോകാൻ കോരഹ് പുത്രന്മാരോട് ദൈവം ആലോചന പറഞ്ഞു. അതുപോലെ ഞാനും ആലോചന പറയുക, ഇല്ലെങ്കിൽ നാശമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എക്സോഡസിന്റെ പുസ്തകം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും എൻ്റെ ഓർമ്മയിലേക്ക് കർത്താവ് നൽകി തരണേ. ഇന്ന് രാവിലെ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണെങ്കിലും കർത്താവ് ഈ വചനഭാഗങ്ങളെ ഹൃദയത്തിൽ ഓർപ്പിച്ചു തരുന്നത് എന്താ? ജനത്തെ പ്രബോധിപ്പിക്കാനാ.
ജനം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് ജനത്തെ കൂട്ടിവരുത്താനാണ് ഈ ഉപദേശങ്ങൾ എന്നെ കൊണ്ട് പറയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 32:7 അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഒരു വഷളത്വ നിമിത്തമാണ് ഞാനിതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വഷളത്വത്തിൻ്റെ പ്രസ്താവന ബാംഗ്ലൂർ പാസ്റ്റർ പറഞ്ഞതിനെയാണ് ഞാൻ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ ഭാഗം എടുത്ത് പറയുന്നത്. മോശയെ, നീ വേഗം ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. പുറപ്പാട് പുസ്തകം 9, 10, 11 അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ മോശയോട് പറയുന്നത്, നീ ചെന്ന് ഫറവോനോട് പറയുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എൻ്റെ ജനത്തെ വിട്ടയക്കുക, എൻ്റെ ജനത്തെ വിട്ടയക്കുക, എൻ്റെ ജനത്തെ വിട്ടയക്കുക, എൻ്റെ ജനത്തെ വിട്ടയക്കുക. എത്രയോ പ്രാവശ്യം പ്രസ്താവന നടത്തുന്നു, എൻ്റെ ജനത്തെ വിട്ടയക്കുക. പാപത്തിലേക്ക് ജനം കൈനീട്ടിയപ്പോൾ ദൈവം പറയുക, മോശയെ, നീ കൊണ്ടുവന്ന നിന്റെ ജനം, എൻ്റെ ജനം ഇപ്പോൾ നിന്റെ ജനമായി. വേദ പണ്ഡിതന്മാരായ ബാംഗ്ലൂരിലെ പാസ്റ്റർമാരോടൊക്കെ ഞാൻ പറയുക, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ പണ്ഡിതന്മാരുമല്ല, നിങ്ങൾ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. നിങ്ങൾ ക്രൂശിൻ്റെ എനിമിയ, ശത്രുക്കളാണ് നിങ്ങൾ. ഹല്ലേലൂയ. പാപത്തിലേക്ക് നാം കൈനീട്ടുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം മറ്റൊന്നാണെന്ന് ഇനിയെങ്കിലും പഠിക്കണം. ഹായിപട്ടണം കീഴ്പ്പെടുത്താൻ പോയ യോശുവയും കൂട്ടരും ശത്രുക്കളുടെ മുമ്പാകെ തോറ്റോടിയപ്പോൾ യോശുവ ദൈവസന്നിധിയിൽ വീണ് കിടന്നു അല്ലേ? അരുളപ്പാട്, ജനം പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. മോശെ, ജനം പാപം ചെയ്തിരിക്കുന്നു. മോശെ, ജനം വഷളത്വത്തിലേക്ക് പോയി. യോശുവയോട് പറഞ്ഞു, യോശുവ, ജനം പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു വലിയ സംഭവം നടക്കുന്ന, യോശുവയുടെ പുസ്തകത്തിൽ നടക്കുന്ന കാര്യം ഒരു വലിയ മോഷണമാണ്. ജനം എന്ത് ചെയ്തു? തോറ്റോടാനുള്ള കാരണം എന്താ? ജനം പാപം ചെയ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആഖാൻ വെള്ളി, മേലങ്കി, പൊൻകെട്ടി, അവൻ്റെ പുത്രന്മാർ, പുത്രിമാർ, അവൻ്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെയുള്ളവരെ സകലവുമായ ആഹോർ താഴ്വരയിൽ കൊണ്ടുപോയി, നിങ്ങൾ ഞങ്ങളെ വലച്ചതെന്ത്? യഹോവ നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു. പിന്നെ എല്ലാ ഇസ്രായേലും അവനെ കല്ലെറിഞ്ഞ് അവനെ തീയിലിട്ടു ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവരുടെ മേലൊരു വലിയ കൽക്കൊന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം വിട്ടുമാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഹോർ താഴ്വര എന്ന് പേരായി. യഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു, സർഹ്യകുലം പിടിക്കപ്പെട്ടു, സബ്ദി പിടിക്കപ്പെട്ടു. യുദ്ധം ചെയ്യാനായിട്ട് മുന്നോട്ട് ഇറങ്ങി തിരിച്ച ജനം പരാജയപ്പെട്ടു വന്നപ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞു, ജനം ശാപഗ്രസ്തമായി തീർന്നത് കൊണ്ട് ശത്രുക്കളുടെ മുൻപാകെ നിൽപ്പാൻ അവർക്ക് കഴിയാതെ പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കില്ല. ശാപം മുറിക്കുന്നവർ കൂട്ടരാണല്ലോ അവർ എന്നെ ശപിക്കപ്പെട്ടവരാ. ശാപം മുറിക്കുന്നവർ ശപിക്കപ്പെട്ടവരാ. കാരണം കർത്താവ് ശാപം മാറ്റി, ഇവർക്കൊന്നും ശാപം മാറ്റാനുള്ള അധികാരമൊന്നും കൊടുത്തിട്ടില്ല. ഈ എറണാകുളം പട്ടണത്തിലും കിടപ്പുണ്ട്, കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ശാപം മുറിക്കുന്നവരെ. അവർ ശപിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എനിക്കിത് പറയാൻ യാതൊരു ഭയവുമില്ല, ലജ്ജയുമില്ല, മടിയുമില്ല. ഞാൻ ലോകത്തോടല്ല പറയുന്നത്, ദൈവമക്കളോടാണ് പറയുന്നത്. ഈ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തെന്നി മാറിയാൽ നിനക്ക് രക്ഷ, അല്ലെങ്കിൽ നീ നരകാഗ്നിയിൽ ചെന്നു പതിക്കും. അതുകൊണ്ട് ഞാനിത് വേദനയോടെ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാനൊരു വെളിപ്പാട് കണ്ടു. ഞാൻ യാത്ര ചെയ്ത വരുന്ന വേളയിൽ റോഡിൽ ചില കുഴികളുണ്ട്. ആ കുഴിയിൽ കാറിൻ്റെ ടയറുകളൊക്കെ വന്ന് കെട്ടുപോയാൽ യാത്ര മുടങ്ങി തന്നെ അപകടം ഉറപ്പാണ്. ഞാൻ നോക്കുമ്പോൾ കുഴി, ഞാൻ കല്ലെടുത്തുകൊണ്ട് വന്ന ആ കുഴിയുടെ നേരെ കല്ലെടുത്ത് വെച്ചു, ആ കുഴിയെ ഒഴിഞ്ഞു മാറിപ്പോകാൻ. ചുമന്ന തുണി കെട്ടിയ ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിങ്ങനെ വെച്ച് ആ അപകട മേഖല ഒഴിഞ്ഞു പോകാൻ
ഒരു കാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. ഈ ചതിക്കുഴികളെ, ഈ ചതിയന്മാരെ വിട്ടുപോകാൻ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുക. ഇത് ചതിയാണ്, ഇവർ പറയുന്നത് ചതിയാ. നിരപരാധികളായിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ കിടക്കുന്നെങ്കിൽ രക്ഷപ്പെട്ടോ, ഇതൊന്നും ദൈവസഭയല്ല. ദൈവസഭയെക്കുറിച്ച് ലേവ്യ പുസ്തകം 15 2 സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ദുഷ്ടസഭ. ഹല്ലേലൂയ. അവർ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി. സഭയും പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ താലോലിക്കുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചാൽ നമുക്ക് തെറ്റുപറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്തിനിത് പറഞ്ഞു? നാമും യുദ്ധകളത്തിൽ നിൽക്കുക. ലോകം ജഡം പിശാചിനോട് യുദ്ധം ചെയ്ത് നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത പ്രാപിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ജനമാണ് നമ്മള്. ആ നമ്മെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ, തെറ്റിച്ച് കളയാൻ സാത്താൻ ഇതിലും വലുത് നാളെ ഇറക്കിയെന്ന് വരും. ദൈവമക്കൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നുകൊള്ളണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് 24-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷത്തിലെ ഗോൾഡൻ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് ശിഷ്യന്മാർ ചെന്ന് കർത്താവിനോട് ചോദിക്കുന്നു, സ്തോത്രം, കർത്താവേ, നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആരും നിങ്ങളെ തെറ്റിക്കരുതെന്നാണ് ആദ്യമായിട്ട് കർത്താവ് പറഞ്ഞത്. പലരെയും തെറ്റിക്കും എന്നടുത്ത കർത്താവിൻ്റെ പ്രസ്താവന. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദേവദാസന്മാരെന്ന വേഷം കെട്ടി, കോലം കെട്ടി, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മുടെ ആത്മീയ ഗോളം അതപ്പതിച്ച് ഇനി അതപ്പതിക്കാനില്ല, അതുപോലെ അതപ്പതിച്ച് കിടക്കുക. രാഷ്ട്രീയക്കാരെക്കാളും തരം താണു പോയി. ജനത്തെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാരെക്കാളും തരം താണു പോയി. അവർ പിന്നെ വചന വെളിപ്പാടൊന്നും കിട്ടാത്തവരാണെന്ന് വയ്ക്കുക. ഇതങ്ങനെയല്ല. സ്വർഗരാജ്യം അവരുടെ പോക്കറ്റിൽ കിടക്കുകയാണെന്ന് അവർ ചിന്തിക്കുന്നത്. ഒരുത്തം പറഞ്ഞില്ലേ, ഫ്ലാറ്റ് ഞാൻ എടുത്തു തരാം, എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടെന്ന്. ഇതുപോലുള്ള വിഡ്ഢികൾ വാഴുന്ന ഈ ആത്മീയ ഗോളത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. പറയത് കേട്ടിട്ട് ഗുണമില്ലെങ്കിൽ ദൈവവചനമാകുന്ന ഉരകല്ലിലോട് അരച്ചു നോക്കി ഗുണമില്ല, എടുത്ത് തോട്ടിലോട്ട് കളഞ്ഞേക്കണം. എന്നിട്ട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ പറഞ്ഞ വചനമനുസരിച്ച് ജീവിച്ച് അക്കരയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടമാകുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് എബ്രായലേഖനം 2-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിലേക്ക് വരുന്നു. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. മനുഷ്യനെ അവൻ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കണവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന് കീഴാക്കിയിരിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞതാണെന്ന് എൻ്റെ ഓർമ്മ. 8 മുതൽ എന്നവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്ന്. ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഹല്ലേലൂയ. സകലവും കീഴ്പ്പെടുത്തി.
പക്ഷെ ഇപ്പൊ സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല. കാരണം എന്താ? പാപം ചെയ്തപ്പോൾ പോയി. സകലവും കീഴടക്കാനായിട്ട് ആദാമിനും ഹവ്വയോടും പറഞ്ഞു. ഭൂമി അടക്കി വാഴാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തു ആദിമ മനുഷ്യർക്ക്. പാപം ചെയ്തപ്പോൾ അത് മാറി. സകലം കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല എന്ന് പൗലോസ് പറയുക. അത് ആത്മാവിൽ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങൾ മനുഷ്യനെ കൊന്നു തിന്നാൻ തുടങ്ങി. മനുഷ്യൻ പരസ്പരം കൊന്നു തിന്നാൻ തുടങ്ങി. ഇന്നത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു, അമേരിക്കയുമായിട്ട് ഒരു 1000 കോടിയുടെ ആയുധ കച്ചവടം, ഏകദേശം 1000 കോടി അടുപ്പിച്ച് വരുന്ന തുകയുടെ ഹെലികോപ്റ്റർ ഉൽപ്പന്നങ്ങളും മറ്റതും യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങാൻ കരാർ കൊടുത്തു. ദാരിദ്ര്യത്തിന്റെ പടുകൂടിയിൽ കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഭാരതീയ പെൻഷൻ പോലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 19 നടന്ന വെള്ളപ്പൊക്കത്തിന്റെ കാശ് പോലും കൊടുത്തു തീർന്നിട്ടില്ല. അതൊക്കെ വല്ലവൻ്റെ ബാങ്കിൽ പോയി. കാശൊക്കെ പോകേണ്ടടുത്ത് പോയി. അച്ഛനെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ ബാങ്കുകളിൽ പോയി. അനീതിയുടെ കൂത്തരങ്ങായിരിക്കുന്ന ഈ ഭൂമിയിൽ അഴിമതിയും അനീതിയും കൊടികുത്തി വാഴുന്ന നമ്മുടെ മാനുഷിക ഭരണ സംവിധാനങ്ങൾ, നെബൂഖദ്നേസർ കണ്ട രാജാവ് കണ്ട ബിംബം, ബാബിലോൺ, മേദ്യ പേർസ, ഗ്രീസ്, റോം, 4 ഭരണ സംവിധാനങ്ങൾ, ലോകത്ത് ആവിർഭവിച്ച 4 ഭരണ സംവിധാനങ്ങൾ, അതിൽ അവസാനം ഇരുമ്പും കളിമണ്ണും കൂടി കാണുന്നത് ജനാധിപത്യം, ഡെമോക്രസിയാ കാണിക്കുന്നത്. അതും മനുഷ്യന് ചേരത്തില്ല. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാ പറയുന്ന ഒരു വാക്യം ഞാൻ ഉദ്ധരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാനുഷിക ഭരണങ്ങൾ എന്ത് ചെയ്യത്തില്ല, ജനത്തിന് അത് ഉപകാരപ്രദമല്ല എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അത് വ്യക്തമായി ഞാൻ ഈ ദിവസങ്ങളിൽ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല. മനുഷ്യൻ സ്വയം നന്നാകാൻ കഴിയത്തില്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ ആദിമ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. അവന് സ്വയം ജീവിക്കാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെ അവന് ജയകരമായൊരു ക്രിസ്ത്യ ജീവിതമില്ല. കർത്താവിനെ കൂടാതെ മനുഷ്യന് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇപ്പം നിങ്ങൾ പറയും നമ്മൾ ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുക. ഒക്കെ ശരിയാ. കുറച്ചുകൂടി കഴിയുമ്പോൾ അറിയാം കമ്പ്യൂട്ടർ യുഗം ഏതവസ്ഥയിൽ പോരുന്നെന്ന്. 3 നിലയുടെ കെട്ടിടമുള്ള ഒരു കെട്ടിടം, സ്വത്രം, ഏതോ ഒരു രാജ്യത്തുണ്ടെന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ അത് കേട്ട് പേടിച്ചു പോയി. ആ കെട്ടിടത്തിൻ്റെ പേര് ബീസ്റ്റ് എന്നാ, മൃഗം. മൃഗസമാനമായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഭരണം നടത്താൻ പോവുകയാ. വേദപണ്ഡിതന്മാർ പറയുന്നത് ചില അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി മുഴുവൻ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ഒരു ഏക ഭരണാധികാരിയിലേക്ക് രാജ്യം വിരൽ ചൂണ്ടുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത്. സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, ലക്ഷ്യബോധമില്ലാതെ പോകുന്ന മനുഷ്യനെ 260 ചില്ലുവാനും രാജ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു രാജ്യത്തിലും സമാധാനമില്ല, സന്തോഷമില്ല, ഭാവി പ്രത്യാശയില്ല. ഞാൻ സാധാരണ പറയുന്നൊരു പദമുണ്ട്, പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഈ ലോകം. ഏത് സമയത്തും ഇത് ഒരു വലിയ അഗ്നിപ്രളയത്തിലേക്ക് എടുത്ത് ചാട്ടപ്പെടാം. ഒരു വലിയ അഗ്നിപ്രളയത്തിലേക്ക് ഈ ലോകം മാറ്റപ്പെടാം.
ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുക. വചനമൊക്കെ പക്കയാ. പഴയ ആകാശം പുതിയ ഭൂമി ഇന്ന് രാവിലെ എടുത്തപ്പോൾ എൻ്റെ വചനം ധ്യാനം അതായിരുന്നു. ഈ പഴയ ആകാശം പഴയ ഭൂമിയെ ദൈവം മാറ്റാൻ പോവുകയാ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഇത് കർത്താവ് സൃഷ്ടിക്കാൻ പോവുക. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പണി കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാനിരിക്കരുത്, നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായമായിരുന്നു ഇന്നത്തെ രാവിലത്തെ വചനധ്യാനം. ഞാനൊരു പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയൊക്കെ ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവൻ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോകുകയാണ്. ആദിമ പിതാക്കന്മാർ നിമിത്തം ഈ ഭൂമി മുഴുവൻ ശാപഗ്രസ്തമായി. ഇതിനെ പുതുക്കിപ്പണയാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇന്നത്തെ ലോക മനുഷ്യൻ, ബുദ്ധിജീവികൾ, വിഡ്ഢികൾ, ശുദ്ധ വിഡ്ഢികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകമായ ആയുധങ്ങൾ എടുത്ത് അവർ തന്നെ പ്രയോഗിച്ച് ഈ ഭൂമിയെ ചുട്ടരിച്ച് കളയാനായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് അവർ തന്നെ ഒരുക്കി വെച്ചിരിക്കുക. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനസ്സിലാക്കുക. ഈ കത്തി അമർന്നു പോകുന്ന ഭൂമിയുടെ നടുവിൽ, ഈ മുള്ളും പുറക്കാരെ മാത്രം മുളച്ചു വരുന്ന ഈ ഭൂമിയിൽ എനിക്കും നിനക്കും അവകാശമില്ല. വസ്തുവകൾ ഉണ്ടാക്കി, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി, വീടോട് വീട് കൂട്ടി, വയലോട് വയൽ കൂട്ടി. ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞു, ഒരു സിനിമാ നടൻ കാറുണ്ടാക്കി കൂടിയോ 3 കോടി 4 കോടി 6 കോടി 5 കോടി 6 കോടി. ഒരു ഹിന്ദി സിനിമാ നടൻ. മലയാള നടന്മാരും അതിൽ നിന്ന് വിഭിന്നമല്ല. ആ കാശിന് പോക്കില്ലാത്തവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 12 കോടിക്കണക്കിന് കാറുണ്ട്. ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനല്ലേ ഈ കാറ്? സ്വർഗത്ത് പോകാനാണോ? അല്ലല്ലോ. സ്വർഗത്ത് പോകാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? സ്വർഗത്ത് പോകാനുണ്ട് ആരെങ്കിലും വഴി തിരക്കുന്നുണ്ടോ? ജാതികൾ ആണെങ്കിൽ പോട്ടെന്ന് നോക്കുക. ഈ ക്രിസ്ത്യാനികളായിട്ട് കിടക്കുന്ന പെന്തക്കോസ്തരുടെ കാര്യം തന്നെ എടുക്കുക. BMW വേണ്ടി തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച ഒരു പാസ്റ്ററിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. BMW കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ ആകാശം പുതിയ ഭൂമി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിക്കോ. ഹല്ലേലൂയ. 9-ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിയിച്ചവനായി നാം കാണുന്നു. അല്പസമയത്തേക്കാണ് യേശു താഴ്ച വന്നവനായി കണ്ടത്, ആ മരണസമയത്ത്. അത് കഴിഞ്ഞ് ദൈവം അവനെ ഉയർത്തി ഏറ്റവും വലിയ നാമം നൽകി. സകല നാവും അവനെ ഏറ്റുപറയും, സകല മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും എന്ന നിലയിലേക്ക് കർത്താവ് അവനെ മാറ്റി. മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് പിതാവാം ദൈവം സകലരെയും ന്യായം വിധിക്കാനുള്ള അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ലോകത്തെ ദൈവം ന്യായം വിധിച്ച് പാപികളായവരെ നിത്യ നരകത്തിലേക്കും, ഹല്ലേലൂയ, കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ച വിശുദ്ധ ജനത്തെ തൻ്റെ അവകാശത്തിലേക്കും ചേർത്തുകൊള്ളുവാൻ സമയമായി. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ, നിങ്ങൾ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അതിനുള്ള സമയം വന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവായി. ഇന്നത്തെ മോഡേൺ പഠനങ്ങളും മോഡേൺ പ്രവർത്തനങ്ങളൊക്കെ ഒരു എതിർ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ്. ആധുനിക ടെക്നോളജി മുഴുവൻ ബുദ്ധിയും അതിലേക്ക് മനുഷ്യൻ കേന്ദ്രീകരിച്ചിരിക്കുക. അസമാധാനം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിന്
ഒരു സമാധാനത്തിൻ്റെ കണിക ഒരു അല്പനേരത്തേക്ക് ഉണ്ടാകാൻ ഒരു എതിർക്രിസ്തു ഇവിടെ വന്നേ മതിയാകൂ. അവൻ്റെ ഭരണം തുടങ്ങുന്നതിന് മുൻപ് യഥാർത്ഥ നമ്മുടെ കർത്താവ് വന്ന് നമ്മെ ചേർക്കുമെന്നുള്ള അതാണ് നമ്മുടെ പ്രത്യാശ. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരിൽ അല്പതാഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. സകല മഹത്വവും ബഹുമാനവും കർത്താവിനാ. 10-ാം വാക്യം, സകലത്തിനെല്ലാവർക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കർത്താവിന് യുക്തമായിരുന്നു. യേശു കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായിരുന്നു. എന്തിനാ? തികഞ്ഞു വരുവാൻ. ഈ മർമ്മം ആർക്കും പിടികിട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി ചില സമയം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം മനുഷ്യ ചരിത്രത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ തികഞ്ഞു വരണമായിരുന്നു. അതിന് കഷ്ടാനുഭവങ്ങളുടെ തികഞ്ഞവനാക്കി. അതെങ്കിലും ഈ പുതിയ നിയമസഭയ്ക്ക് ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളുടെ കാൽച്ചുകൊണ്ടൊരു മാതൃക വെച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃക നമുക്കുണ്ട്. ഇപ്പൊ കഷ്ടത വേണ്ടെന്ന് പറഞ്ഞ് ശാസിച്ച് പല്ല് കൊഴിഞ്ഞ് കഷ്ടത മാറി കോടികൾ കിട്ടി അമ്പരചുംബികളായ കെട്ടിടത്തിന്റെ മുകളിൽ കിടന്ന് പാവ ചെയ്തുകൊണ്ടിരിക്കുക. ശുശ്രൂഷന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അല്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും ഓൾഡ് ജനറേഷനിൽ പെട്ട ചില പ്രിയപ്പെട്ടവരും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ശേഷിപ്പ് കിടന്നിങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് ഞരക്കം? ആത്മാവെന്നാദിദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൽ കാത്തുകൊണ്ട് ഉള്ളിൽ ആ ഞരക്കമല്ല. എന്ത് കുടിക്കുക എന്നുള്ള ഞരക്കമല്ല. എന്നാണ് കർത്താവേ അരൂപാന്തര ശരീരം എനിക്ക് കിട്ടുന്നത്? എന്നാണ് കർത്താവേ ഞാൻ അങ്ങെപ്പോലെ ആയിത്തീരുന്നത്? പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും. അതിനായി ഭൂമി കിടന്ന് കഷ്ടത അനുഭവിക്കുന്നത്.